പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണ ഓട്ടം ആരംഭിച്ചു. മീറ്റർ ഗേജ് മാറി ബ്രോഡ് ഗേജായിട്ടും നിലവിൽ 14 കോച്ചുകളുള്ള വണ്ടികൾ മാത്രമാണ് ഈ പാതയിലൂടെ ഓടിക്കുന്നത്. ഇവിടെ കോച്ചുകളുടെ എണ്ണം ഉയർത്താനാകുമോ എന്നറിയാനുള്ള നിർണായക പരീക്ഷണ ഓട്ടമാണ് ബുധനാഴ്ച ആരംഭിച്ചത്. 18 വരെ നടക്കുന്ന പരീക്ഷണ ഓട്ടത്തിൻ്റെ ഫലമാകും പാതയുടെ ഭാവി നിശ്ചയിക്കുന്നത്. 22 സാധാരണ കോച്ചുകളും റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ ടെസ്റ്റ് കോച്ചും ചേർത്താണ് പരീക്ഷണ ഓട്ടം ആരംഭിച്ചത്. ഇന്ന് മധുരയിൽ നിന്നും ആരംഭിച്ച പരീക്ഷണ ഓട്ടം ഒറ്റക്കൽ ഇടമൺ പാതയിൽ സമാപിച്ചു. തുടർന്ന് 23 കോച്ചുകളുള്ള തീവണ്ടി കൊല്ലം സ്റ്റേഷനിലേക്ക് മാറ്റി. കൊല്ലം ചെങ്കോട്ട പാത തെക്കൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള പ്രധാന പാതയായി പരീക്ഷണ ഓട്ടം വിജയിച്ചാൽ മാറും. കൊല്ലം ജംഗ്ഷൻ കേരളത്തിലെ പ്രധാന ഹബ്ബാവുകയും ചെയ്യും. 23 കോച്ചുകൾ ഓടിക്കാനാകില്ലെന്ന് കണ്ടെത്തിയാൽ കയറ്റിറക്കവും വളവുമുള്ള ഘാട്ട് സെക്ഷൻ പട്ടികയിൽ ഉൾപ്പെട്ട കൊല്ലം ചെങ്കോട്ട പാതയുടെ വികസനം വഴിമുട്ടും. യാത്രാ ദുരിതം പരിഹാരമില്ലാതെ തുടരുകയും ചെയ്യും. നിലവിലുള്ളതുപോലെ 14 കോച്ചുകൾ മാത്രമേ പാതയിലൂടെ ഓടിക്കാനാകൂ. യാത്രക്കാരെ കയറ്റാതെ തത്തുല്യ ഭാരം കണക്കാക്കി കോച്ചുകളിൽ മണൽ ചാക്കുകൾ നിറച്ചാണ് പരീക്ഷണ ഓട്ടം നടത്തുന്നത്. നിരീക്ഷണത്തിനായി സിഗ്നൽ, ടെലികമ്മ്യൂണിക്കേഷൻ, ഓപ്പറേറ്റിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥർ തീവണ്ടിയിൽ ഉണ്ട്. പരീക്ഷണ വണ്ടി വ്യാഴാഴ്ച രാവിലെ കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന പരീക്ഷണ വണ്ടി ഇടമൺ ഒറ്റക്കൽ പാതയിൽ സർവീസ് നടത്തും. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ചെന്നൈ എഗ്മോർ, എറണാകുളം വേളാങ്കണ്ണി, ഗുരുവായൂർ മധുര, പാലക്കാട് തിരുനെൽവേലി, പാലരുവി തീവണ്ടികൾ 14 കോച്ചുമായാണ് സർവീസ് നടത്തുന്നത്. ഇന്ന് നടത്തിയ പരീക്ഷണ ഓട്ടം വിജയകരമായിരുന്നുവെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.